നമസ്കാരം. അമേരിക്കയ്ക്ക് എന്നും ചായ്വ് കൂടുതൽ പാകിസ്ഥാനാണ്. അത് നേരത്തെ തന്നെ ഇന്ത്യക്ക് വ്യക്തമായതുമാണ്. തീവ്രവാദത്തിനും ഭീകരതയ്ക്കുമെതിരെ പല രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം നിന്നപ്പോൾ അമേരിക്ക സ്വീകരിച്ചത് തോളിലിരുന്ന് ചെവി കടിക്കുന്ന നിലപാടാണ്. അതായത് താൻ ഇന്ത്യക്കൊപ്പമാണെന്ന് പറഞ്ഞിട്ട് മനസ്സുകൊണ്ട് നിലപാടുകൊണ്ടും എന്നും പാകിസ്ഥാനൊപ്പമായിരുന്നു അമേരിക്ക. അതുകൊണ്ട് തന്നെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന പാകിസ്ഥാന് ആശംസകൾ നേർന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോയും എത്തിയത്. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിലും വ്യാപാരത്തിലുമുള്ള പാകിസ്ഥാന്റെ ഇടപെടലുകളെ അമേരിക്ക അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു എന്നാണ് വ്യക്തമാക്കിയത്. എന്തായാലും കഴിഞ്ഞ കുറേ നാളായി പാക് സൈനിക മേധാവി അസീം മുനീർ അമേരിക്കയെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. ഇന്ത്യക്കെതിരായ നീക്കങ്ങൾക്ക് കോപ്പ് കൂട്ടുകയാണോ ഈ പര്യടനത്തിലൂടെ എന്ന് കൂടിക്കാഴ്ചയിലൂടെയും അസീം മുനീർ ലക്ഷ്യമിടുന്നത്. ജനാധിപത്യ ഭരണകൂടങ്ങളെയും സൈനിക ഭരണവും കണ്ട രാജ്യമാണ് പാകിസ്ഥാൻ. ഇടവേളയ്ക്ക് ശേഷം രാഷ്ട്രീയ അധികാര വടംവലി വീണ്ടും തുടങ്ങി എന്നാണ് കണക്കുകൂട്ടൽ. പാകിസ്ഥാന്റെ ചരിത്രത്തിൽ അപൂർവമായ ഒരു സ്ഥാനക്കയറ്റവും അതിനുശേഷമായുള്ള വിപുലമായ അന്താരാഷ്ട്ര നയതന്ത്ര പര്യടനങ്ങളുമെല്ലാം ഒരു അട്ടിമറിക്ക് കോപ്പ് കൂട്ടുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. ഈ വർഷത്തിൽ ആദ്യമായാണ് അസീം മുനീർ ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം ലഭിക്കുന്നത്. പാകിസ്ഥാൻ ചരിത്രത്തിൽ ഒരു സൈനിക മേധാവിക്ക് ഈ പദവിയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നത് ഇത് രണ്ടാമത്തെ മാത്രം സംഭവമാണ്. മെയ് ജൂൺ മാസങ്ങളിലാണ് തിടുക്കത്തിലുള്ള ഈ പര്യടനങ്ങളുടെ തുടക്കവും. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, തുർക്കി, ഇറാൻ, അസർബൈജാൻ എന്നിവിടങ്ങളിലെ ഉന്നതതല സന്ദർശനങ്ങളും പാക് പ്രധാനമന്ത്രിയോടൊപ്പം അസീം മുനീർ പോയിരുന്നു. തുടർന്ന് മുനീർ അമേരിക്കയിലേക്ക് ഒറ്റയ്ക്ക് സന്ദർശനം നടത്തി. അസീം മുനീർ വാഷിംഗ്ടൺ DC-യിൽ 5 ദിവസം ചെലവഴിച്ച് മുതിർന്ന US ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. പ്രസിഡന്റ് ട്രംപുമായും അദ്ദേഹം ഉച്ചഭക്ഷണം കഴിക്കുകയും പ്രതിരോധ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നേതാക്കളുമായി ബുദ്ധിജീവികളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. വാഷിംഗ്ടണിലെ പാകിസ്ഥാൻ പ്രവാസികളെ അഭിസംബോധന ചെയ്ത മുനീർ പ്രഭാഷണം നടത്തുകയും ചെയ്തു. വൈറ്റ് ഹൗസിലെ ക്യാബിനറ്റ് റൂമിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം നടന്ന അപൂർവമായ സവിശേഷമായ ഉച്ചഭക്ഷണമായിരുന്നു ശ്രദ്ധേയമായ ഒരു സംഭവം. ആ സമയം അവിടെ പാകിസ്ഥാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ആരും ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ജൂലൈ 10 ക്യാബിനറ്റ് റൂമിലും ഓവൽ ഓഫീസിലും മുനീറും ട്രംപും തമ്മിലുള്ള അടച്ചിട്ട കൂടിക്കാഴ്ച 2 മണിക്കൂറിലധികമാണ് നീണ്ടുനിന്നത്. പിന്നീട് ശ്രീലങ്കയിലേക്കും ഇന്തോനേഷ്യയിലേക്കും ഒരു ദ്വിരാഷ്ട്ര യാത്രയും നടത്തുകയുണ്ടായി. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഈ യാത്രകൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ട റോൾ കൂടിയായിരുന്നു ഇപ്പോൾ പാക് സൈനിക മേധാവിയാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു പട്ടാള അട്ടിമറിയിലേക്ക് രാജ്യം നീങ്ങുന്നു എന്നുള്ള ശക്തമായ സൂചനകൾക്ക് ഇന്ധനം പകരുന്നതും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച